തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്ത് എത്തുകയാണ്. രാവിലെ 10:30 വ്യോമസേന ടെക്നിക്കൽ ഏരിയയിൽ പ്രധാനമന്ത്രി എത്തും. അവിടെ നിന്ന് വിക്രം സാരാഭായ് സെൻറ്ററിലേക്കാണ് പ്രധാനമന്ത്രി പോവുക. അവിടെ വിവിധ പദ്ധതികളുടെയൊക്കെ ഉദ്ഘാടനമുണ്ട്. അതിനുശേഷം പിന്നീട് കെ സുരേന്ദ്രൻ്റെ പദയാത്രയുടെ സമാപനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അങ്ങനെയാണ് പരിപാടികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഷീജ തന്നെയാണ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഈ വിവരങ്ങൾ നൽകുക. ഒരിക്കൽ കൂടി ഷീജയിലേക്ക് പോകേണ്ടതുണ്ട്. ഷീജ, നേരത്തെ പറഞ്ഞതുപോലെ വളരെ തിരക്ക് പിടിച്ച ദിവസമാണ്. പ്രധാനമന്ത്രി കൂടി വരികയാണ്. ഇന്ന് VSSയിൽ ചില പരിപാടികളുണ്ടെന്ന് അറിയുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം തീർത്തും രാഷ്ട്രീയമാണ്. കെ സുരേന്ദ്രൻ്റെ പദയാത്രയുടെ സമാപനം അവരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമായിട്ട് നമുക്കതിനെ കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ മറ്റു കാര്യങ്ങൾ? തീർച്ചയായും മനു, പ്രധാനമന്ത്രി ഇന്നിപ്പോൾ തലസ്ഥാനത്തെത്തുമ്പോൾ വലിയൊരു രാഷ്ട്രീയ മാനം തന്നെ ഈ ഒരു സന്ദർശനത്തിനുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ രീതിയിൽ പ്രധാനമന്ത്രി ഇവിടെ തിരുവനന്തപുരത്ത് എത്തുന്നത്. നമുക്കറിയാം, ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും എന്നുള്ളൊരു അതിൻ്റെ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് വന്നപ്പോൾ തന്നെ കേരളത്തിൽ നിരവധി തവണ എത്തുവാൻ വേണ്ടി പ്രത്യേകമായി പ്രധാനമന്ത്രി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ അതിൻ്റെ എത്രത്തോളം രാഷ്ട്രീയപരമായിട്ടുള്ളൊരു സമീപനമാണ് പ്രധാനമന്ത്രി വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ഒരു സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള സമയക്രമമൊക്കെ ഈ രീതിയിലാണ്. അദ്ദേഹം രാവിലെ 10:30 വ്യോമസേനയുടെ ടെക്നിക്കൽ ഏരിയയിൽ ഇവിടെ തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നതായിരിക്കും. അവിടെ നിന്നും നേരെ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലേക്ക് പോകുന്നതായിരിക്കും. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനമൊക്കെയുണ്ട്. അതോടൊപ്പം തന്നെ ഗഗൻയാനിലേക്ക് പോകുന്നവരുടെ പേരുകൾ അദ്ദേഹം ഇന്നിവിടെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലൊരു മലയാളി ഉണ്ടെന്നും മനസ്സിലാക്കുന്നു. ഏതായാലും അതിൻ്റെ ഒരു പ്രഖ്യാപനം അവിടെ നടക്കും. ഈ പരിപാടിയിലേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. അതിനുശേഷം അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടി എന്ന് പറയുന്നത് കെ സുരേന്ദ്രൻ്റെ പദയാത്രയുടെ സമാപനം. അത് ഇവിടെ തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. അവിടെ 12 മണി മുതൽ 1 മണി വരെയുള്ളൊരു സമയത്താണ് പ്രധാനമന്ത്രി എത്തുന്നത്. അതിനുശേഷം അവിടെ നിന്നും 1:20 ആകുമ്പോഴേക്കും അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നതായിരിക്കും. അതും ഇവിടുത്തെ ടെക്നിക്കൽ ഏരിയയിൽ നിന്നായിരിക്കും തമിഴ്നാട്ടിലേക്ക് പോകുക. തുടർന്ന് നാളെ 1:10 ആകുമ്പോൾ തിരുനെൽവേലിയിൽ നിന്ന് തിരിച്ച് ഇവിടെ തന്നെ എത്തി ഇവിടെ നിന്നായിരിക്കും അദ്ദേഹം തിരിച്ച് മഹാരാഷ്ട്രയിലേക്ക് പോകുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി ഇവിടെ എത്തുമ്പോൾ ഉള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു റോഡ് ഷോയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ നിലവിൽ അദ്ദേഹത്തിൻ്റെ ചാർട്ടിൽ റോഡ് ഷോ പറഞ്ഞിട്ടില്ല. പക്ഷേ റോഡ് ഷോയ്ക്ക് വേണ്ടിയുള്ള വാഹനമടക്കം സജ്ജമാക്കാനുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയുള്ളൊരു ഭാഗം കൂടിയായി ഇവിടെ ഉപയോഗിക്കുക ഈ ഒരു സന്ദർശനത്തെ എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നുള്ള സംശയമില്ല മനു. തീർച്ചയായും. ഞാനിപ്പോൾ ഷീജ, പ്രധാനമന്ത്രി ഈ കെ സുരേന്ദ്രൻ്റെ പദയാത്രയുടെ സമാപനത്തിൽ പങ്കെടുക്കുമെന്നതിനെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അതായത് സത്യത്തിൽ ഒരു വല്ലാത്ത യാത്രയായി പോയല്ലേ കെ സുരേന്ദ്രൻ്റെ പദയാത്ര എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു റൂട്ടൊക്കെ ഒരുപക്ഷെ ഈ കേരളത്തിൻ്റെ എത്രയോ രാഷ്ട്രീയ ജാഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാ പാർട്ടികളുടെയും മുന്നണികളുടെയും രാഷ്ട്രീയ ജാഥകൾ കണ്ടു. പക്ഷേ ഇതുപോലൊരു യാത്ര ഇതാദ്യമായിട്ടായിരുന്നു. ഒരു വല്ലാത്ത യാത്രയായി പോയി. നേരത്തെ ആറ്റിങ്ങൽ വരെ കണ്ട് വന്നിട്ട് തിരിച്ചു പോയതാണല്ലേ പിന്നെ? അതെ, അത് ഏത് രീതിയിലാണ് ഈ യാത്രയുടെ റൂട്ട് പ്ലാൻ ചെയ്തത്, ആരാണ് പ്ലാൻ ചെയ്തത് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതാണ് വരും. കാരണം ഈ പറയുന്നത് പോലെ ഒരു ദിവസം കാസർഗോഡ് നിന്ന് തുടങ്ങി കണ്ണൂർ എത്തിയാൽ തൊട്ടടുത്ത ദിവസം എറണാകുളത്ത് കാണും, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇവിടെ ആറ്റിങ്ങിലെത്തുന്നു. അങ്ങനെ ആ രീതിയിൽ ഓരോ ദിവസവും പല മേഖലയിൽ നിന്നായിട്ട് ആരംഭിക്കുന്ന തരത്തിലാണ് ഈ ഒരു പദയാത്ര അവർ റൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ പല തരത്തിലുള്ള അതിപ്പോൾ UDF ആകട്ടെ LDF ആകട്ടെ എല്ലാവരുടെയും 2 മുന്നണികളും ഈ രീതിയിലുള്ള യാത്രകൾ സംസ്ഥാനത്തുടനീളം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഫോർമാറ്റ് ഉണ്ട്. ഇപ്പോൾ കാസർഗോഡ് നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ ആ റൂട്ടിൽ തന്നെ ആ രീതിയിൽ തന്നെ എത്തി തിരുവനന്തപുരം വരെ എത്തുന്ന തരത്തിൽ, അല്ലെങ്കിൽ മധ്യമേഖലയിൽ നിന്ന് തുടങ്ങി വടക്കൻ മേഖലയിൽ സമാപിക്കുക, തെക്കൻ മേഖലയിൽ നിന്ന് തുടങ്ങി മധ്യമേഖലയിൽ അവസാനിക്കുക. അങ്ങനെ അതിനൊരു പ്ലാൻ കൃത്യമായിട്ടുള്ളൊരു റൂട്ടൊക്കെ ഉണ്ടാകും. പക്ഷേ ഇതിന് ആ രീതിയിൽ ഒന്നും ഉണ്ടായില്ല എന്നതിനപ്പുറം ഇതിനുമായി ബന്ധപ്പെട്ടിറങ്ങിയ പാട്ട് വിവാദമാകുന്നു, പ്രസംഗങ്ങൾ വിവാദമാകുന്നു, പോസ്റ്ററുകൾ വിവാദമാകുന്നു. അതെ, അതിന് കണ്ടറിയണം മനു. ഏതായാലും ആ പാട്ട് അവിടെ പ്രധാനമന്ത്രി എത്തുമ്പോൾ പ്ലേ ചെയ്യുമോ എന്നുള്ള കാര്യം കൂടിയാണ് ഇനി കണ്ടറിയാനുള്ളത്. ശരി, ഏതായാലും ഷീജയാണ് വിവരങ്ങൾ നമുക്ക് തിരുവനന്തപുരത്ത് നൽകിയത്. ഏതായാലും ഷീജ, തിരക്കേറിയ ഒരു വാർത്താ ദിനമാകട്ടെ. ഇന്ന് CPIM സ്ഥാനാർത്ഥി പ്രഖ്യാപനം, ഒപ്പം തന്നെ പ്രധാനമന്ത്രി വരുന്നു.
തിരക്കേറിയ ദിവസമാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച്. കേരളത്തിന്റെ വാർത്താ മേഖലയെ സംബന്ധിച്ച് ഇന്ന് ഷീജയാണ് ഈ സമഗ്ര വിവരങ്ങൾ നമുക്ക് നൽകിയത്.